സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന രണ്ടാം പ്രതി മുരാരി ബാബുവിനെ ഈ മാസം 28-ന് ഹാജരാക്കണമെന്ന് റാന്നി കോടതി നിർദ്ദേശിച്ചു. SITയുടെ പ്രൊഡക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ, പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ എന്നിവർ ചേരുന്നു. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ, ഈ ഗോവർദ്ധൻ ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അന്വേഷണ സംഘത്തിനൊപ്പം? അരുൺ, ഉന്മേഷ്, പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ SITയുടെ പരിശോധന. ബംഗളൂരുവിലെ വീട്ടിൽ, ഞാനിപ്പോൾ അവിടെ തന്നെയാണുള്ള അപ്പാർട്ട്മെന്റിന് മുന്നിലാണുള്ളത്. ഈ അപ്പാർട്ട്മെന്റിലെ പരിശോധന ഇപ്പോൾ കഴിഞ്ഞ 7 മണിക്കൂറായി തുടരുകയാണ്. ഇതുവരെ SIT സംഘം ആ പരിശോധന പൂർത്തീകരിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലല്ല ഈ അപ്പാർട്ട്മെന്റിൽ SIT സംഘം പരിശോധന നടത്തുന്നത്. രാവിലെ 9:15 ഈ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നത്. അതിനുശേഷം നേരിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിട്ടുള്ള ഈ അപ്പാർട്ട്മെന്റിന്റെ 4ാമത്തെ നിലയിലാണ് ഈ അയാൾ താമസ സ്ഥലമുള്ളത്. അവിടേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ആ പരിശോധന നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ ഇവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ രഹസ്യമായിട്ടാണ് എല്ലാ നീക്കങ്ങളും അന്വേഷണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും ആ പരിശോധന തുടരുകയാണ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു ഘട്ടം അന്വേഷണ സംഘം ഈ കേസിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ സ്വർണം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുവന്ന സ്വർണം, ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും വേർതിരിച്ചിട്ടുള്ള സ്വർണം, അത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഗോവർദ്ധൻ എന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണ്ണ വ്യാപാരി നൽകിയിട്ടുള്ള നിർണായക മൊഴി, അതിനുശേഷം ബെല്ലാരിയിലെത്തിയ SIT സംഘം ആ സ്വർണം കണ്ടെത്തുകയും ചെയ്തു. 400 ഗ്രാമിലധികം സ്വർണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിർണായക നീക്കം തന്നെയാണ്. ഇനി അറിയേണ്ടത്, ഈ ബംഗളൂരു ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ കുറ്റകൃത്യത്തിലെ കാര്യങ്ങളാണ്. അതിൽ ഈ ഗോവർദ്ധന്റെ പങ്ക് പൂർണ്ണമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. തനിക്ക് മറ്റൊരു ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഒരു പങ്കുമില്ല. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. താൻ ഇത്തരത്തിലുള്ള മറ്റിടപാടുകൾ, അതായത് ഈ ശ്രീകോവിലിന്റെ തന്നെ വാതിലിന് സ്വർണം പൂശുന്നതിന് വേണ്ടി അത്തരം പണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുവരുന്നതിലോ ആ കുറ്റകൃത്യത്തിലോ താൻ പങ്കാളിയല്ല എന്നതാണ്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഉള്ളതെന്നതാണ്. അത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആ കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. അതോടൊപ്പം ബംഗളൂരുവിൽ ഈ സ്വർണ്ണപ്പാളി എത്തിച്ച് കൈമാറിയത് നാഗേഷ് എന്ന ആൾക്കാണ്. ആ നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ നാഗേഷാണ് ഇത് പിന്നീട് ഹൈദരാബാദിൽ എത്തിച്ച് ഈ സ്വർണം വേർതിരിച്ച് പിന്നീട് ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അത്രത്തോളമുള്ള പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം, ഇത് ആരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്? നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ ചില ആൾക്കാർ, ചില ആളുടെ പേരുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ചില പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. രമേശ് റാവു, അതോടൊപ്പം വിനീത് ജെയിൻ ഉൾപ്പെടെയുള്ള ചില പേരുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ എന്താണ് പങ്ക്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ആസൂത്രണമൊക്കെ നടത്തിയത് ബംഗളൂരുവിലാണോ? ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക. ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പോകും. പിന്നീട് ഈ സ്വർണം വേർതിരിച്ചിട്ടുള്ള ഹൈദരാബാദിലും എത്തി തെളിവെടുപ്പ് നടത്തും. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ തെളിവ് ശേഖരണം പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം. എന്തായാലും സ്വർണം കണ്ടെത്തിയതിലൂടെ ഈ കേസിൻ്റെ ഏതെങ്കിലും നടപടികൾ അവസാനിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കടത്താൻ അതിന് പിന്നിലാര് എന്നുള്ളത് ഈ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ അന്വേഷണം നടക്കും. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു തരത്തിൽ നടക്കും. അതോടൊപ്പം സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുവന്ന് ഇയാൾ ഇത് വിൽപ്പന നടത്തുന്നവരെ ഇത് ആര് സഹായിച്ചു, ഈ ആസൂത്രണത്തിൽ ആര് പങ്കെടുത്തു എന്നുൾപ്പെടെയുള്ള കാര്യം ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ തെളിവ് ശേഖരണം, അതാണിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല, ബംഗളൂരുവിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർണാടക പോലീസിൻ്റെ ഉൾപ്പെടെ കേന്ദ്രത്തിൽ അവരുടെ സാന്നിധ്യത്തിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലേക്ക് ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്കും തെളിവെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.